വരാൻ പോകുന്ന ഹ്യൂമനോയിഡ് യുഗത്തിനെക്കുറിച്ചും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യകുലത്തിന് ഭീഷണിയാകുമോ എന്നുള്ളതിനെക്കുറിച്ചും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയെക്കുറിച്ചാണ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പിന്തുണയോടെ നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ആഡ്വർബ് ടെക്നോളജീസ് ആണ് ഈ റോബോട്ടുകളെ രൂപകൽപ്പന ചെയ്യുന്നത്. അതിശക്തമായ റോബോട്ടിക് ടെക്നോളജി ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതിന്റെ ഒരു ആദ്യ പടിയാണിത്. 2025 നിർമ്മിത ബുദ്ധി ശക്തി പകരുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് നോയിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആഡ്വർബ് ടെക്നോളജീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടെസ്ല മേധാവി ഇലോൺ മസ്ക് തന്റെ കമ്പനി നിർമ്മിച്ചു വരുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ നിർമ്മാണ പുരോഗതി വർഷാവർഷം അറിയിച്ചു വരിക പതിവുണ്ട്. ഇതിനെ ഒപ്റ്റിമസ് എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നും മസ്ക് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും ബുദ്ധിയുള്ളതുമായ റോബോട്ടായിരിക്കും ഒപ്റ്റിമസ് എന്നാണ് വിലയിരുത്തൽ. ഒപ്റ്റിമസിനോട് കിടപിടിക്കത്തക്ക ശേഷികൾ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമാണ് അംബാനിയുടെ പിന്തുണയുള്ള ആഡ്വർബ് ടെക്നോളജി ശ്രമിക്കുന്നതെന്ന് പറയപ്പെടുന്നു. റിലയൻസിന്റെ ജിയോ AI പ്ലാറ്റ്ഫോംസ് 5G സേവനങ്ങൾ തുടങ്ങിയവ അടക്കം പ്രയോജനപ്പെടുത്തിയാണ് റോബോട്ടിനെ നിർമ്മിക്കുന്നതെന്ന് ആഡ്വർബ് ടെക്നോളജീസ് അറിയിച്ചിട്ടുണ്ട്. പ്രാദേശികമായി ഇത്തരം ടെക്നോളജി വികസിപ്പിക്കാൻ സാധിക്കുന്നത് രാജ്യത്തെ ടെക്നോളജി മേഖലയ്ക്ക് വലിയ നേട്ടമായിരിക്കുമെന്നും അവർ പറയുന്നു. ഒട്ടനവധി നൂതന ശേഷികളോടെയായിരിക്കും 2025 റോബോട്ടിനെ പുറത്തിറക്കുക. റോബോട്ടിനെ വൻതോതിൽ മൾട്ടി മോഡൽ ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കും. കാഴ്ച, കേൾവി, ടച്ച് ഇൻപുട്ട് തുടങ്ങിയവയിൽ നിന്നടക്കം ലഭിക്കുന്ന ഡാറ്റ താമസം കൂടാതെ പ്രോസസ് ചെയ്യാൻ സാധിക്കും. റോബോട്ടിന് സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തത്സമയം തീരുമാനങ്ങൾ എടുക്കാനും അതിന് സാധിക്കും. വിവിധതരം തൊഴിലിടങ്ങൾക്കായും ആഡ്വർബ് ടെക്നോളജീസ് നിർമ്മിക്കുന്ന റോബോട്ടിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഗോഡൌണുകൾ, രാജ്യത്തിന്റെ പ്രതിരോധ മേഖല, ആരോഗ്യ പരിപാലനം തുടങ്ങി പലയിടങ്ങളിലും വിന്യസിക്കാൻ പാകത്തിന് റോബോട്ടിനെ പരുവപ്പെടുത്തിയെടുക്കാം എന്നാണ് കരുതുന്നത്. ആധുനിക ഗ്രാഫിക് പ്രോസസർ ഉൾക്കൊള്ളുന്നതിനാൽ റോബോട്ടിനെ സങ്കീർണമായ കമ്പ്യൂട്ടേഷൻ വരെ നിസ്സാരമായി നടത്താൻ സാധിക്കും. വിഷൻ പ്രോസസിംഗ്, തീരുമാനമെടുക്കൽ തുടങ്ങിയവയിൽ വളരെ മികവുറ്റതാക്കാനാണ് ശ്രമം. ആഡ്വർബ് ടെക്നോളജീസിന്റെ റോബോട്ടിന് എനർജി എഫിഷ്യന്റ് ആക്ച്യുവേറ്ററുകളും പ്രവർത്തന സജ്ജമായ 2 കൈകളും ഇരട്ടക്കാലുകളിലുള്ള ചലനവും സാധ്യമാകും. അതിനൊപ്പം വിഷ്വൽ ആൻഡ് ലാംഗ്വേജ് ആക്ഷൻ ടെക്നോളജിയും ലഭ്യമാക്കും. ഇന്ത്യയിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിരിക്കും തങ്ങളുടെ ശ്രമമെന്ന് ആഡ്വർബ് ടെക്നോളജിത്തിന്റെ സഹസ്ഥാപകൻ സംഗീത് കുമാർ പറഞ്ഞു. ആഗോളതലത്തിൽ ഇവയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനും കമ്പനിയുടെ ശ്രമം സഹായിക്കും. രാജ്യത്ത് റോബോട്ടിക്സ് മേഖലയ്ക്ക് ഒരു കുതിപ്പായിരിക്കും പുതിയ ഉദ്യമം നൽകുക. മേക്ക് ഇൻ ഇന്ത്യ നീക്കത്തിനും തങ്ങളുടെ നീക്കം പ്രചോദനം പകരും. നൂതനത്വവും പുതിയ ടെക്നോളജിയും രാജ്യത്തേക്ക് എത്തുമെന്നും അദ്ദേഹം പറയുന്നു. ആഗോളതലത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രശസ്തം മസ്കിന്റെ ഒപ്റ്റിമസ് ആണ്. ഇത് 2025 വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. ഒപ്റ്റിമസിന്റെ ശേഷി, പ്രവർത്തനക്ഷമത തുടങ്ങി പല കാര്യങ്ങളിലും ഒട്ടനവധി പരീക്ഷണ ഘട്ടങ്ങളിലൂടെ അതിനെ ഇനിയും കടത്തിവിടേണ്ടതായിട്ടുണ്ട് എന്നാണ് വിദഗ്ധ മതം. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് എന്ന നിലയിൽ അത് എത്രമാത്രം സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിലും ഇനിയും പല പരീക്ഷണങ്ങളും നടത്താനുണ്ട് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ആഡ്വർബ് ടെക്നോളജീസിനും ഇത്തരത്തിലുള്ള ഒട്ടനവധി വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. തൃപ്തികരവും സുരക്ഷിതവുമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടിനെ പുറത്തിറക്കാൻ ആഡ്വർബ് ടെക്നോളജീസിന് സാധിക്കുമോ അതോ ടെസ്ല വിജയിക്കുമോ എന്ന ചോദ്യമാണ് ഇന്ത്യൻ ടെക്നോളജി പ്രേമികളുടെ ഇടയിൽ ഉയരുന്നത്. കാത്തിരുന്നു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ.